ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം. ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു. കുഷ്ഠരോഗിക്ക് ഒരു പ്രാർത്ഥന ഈശോയോടുണ്ടല്ലേ. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവൻ, അവൻ ധൈര്യത്തോടെ വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് തയ്യാറായി. ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു വിജയവും അത് തന്നെയല്ലേ. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാ, പൊതുവഴിയില് നടക്കുവാനായിട്ട് അനുവാദമില്ലാത്തവനാ, താൻ അശുദ്ധനാണ് എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കേണ്ടവനാ. എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട, സമൂഹം മാറ്റി നിർത്തപ്പെട്ട ഈ വ്യക്തിക്ക് ആഴമായ ഒരു വിശ്വാസമുണ്ട്. ഞാൻ ഈശോയുടെ സന്നിധിയിൽ വന്നാൽ എന്റെ ജീവിതത്തില് എനിക്ക് അനുഗ്രഹം ലഭിക്കും, എന്റെ ജീവിതത്തില് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കും. ആഴമായ വിശ്വാസം. ഈ വിശ്വാസത്തോടെ, ഈ ധൈര്യത്തോടു കൂടിയാണ് അവൻ ഈശോയുടെ സന്നിധിയിൽ വന്ന് മുട്ടുകുത്തി അപേക്ഷിച്ചത്. തന്റെ ജീവിതത്തിന്റെ പോരായ്മ അവൻ ഈശോയുടെ സന്നിധിയിൽ ഏറ്റുപറയുക, തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് മുട്ടുകുത്തുവാനായിട്ട് അവൻ തയ്യാറായി. എന്റെ ജീവിതത്തില് കുറവുണ്ട് ഈശോയെ, ഈ കുറവ് പരിഹരിച്ചു തരണമേ എന്ന് സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈശോയോട് ഏറ്റുപറയാനായിട്ട് തയ്യാറായി. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ വിശ്വാസം, ഈ ധൈര്യം നഷ്ടപ്പെട്ടു പോവുക. അബ്രാന്റെ സന്നിധിയിൽ വന്ന് മുട്ടുകുത്തുമ്പോഴും നമ്മൾ ചുറ്റും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ എടുക്കും, അവർ എന്നെ കളിയാക്കും. അവരുടെ കളിയാക്കലുകൾ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ എന്നെ എടുക്കും. അവര് കാണാത്ത രീതിയിൽ ആരുമില്ല എങ്കിൽ പ്രാർത്ഥിക്കും. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പ്രാർത്ഥിക്കാൻ പോലും പലപ്പോഴും മടി കാണിക്കുന്ന വ്യക്തികളായിട്ടൊന്ന് പറയുക. മനുഷ്യരെ ആശ്രയിച്ച നമ്മുടെ പ്രാർത്ഥനകൾ പോലും പലപ്പോഴും മാറുന്നത്. സ്നേഹമുള്ളവർ, അവിടെയാണ് ഈ കുഷ്ഠരോഗി ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്കും വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈശോയുടെ സന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവണം. അവന്റെ പ്രാർത്ഥനയിൽ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടായതല്ലേ. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധനാക്കാൻ കഴിയും. ഒരിക്കലും എന്റെ ഇഷ്ടമല്ല, എനിക്ക് ആഗ്രഹമുണ്ട് കുഷ്ഠരോഗത്തിൽ നിന്ന് മോചനം കിട്ടാനായിട്ട്, പക്ഷേ എന്റെ ആഗ്രഹത്തെ നിന്റെ ഹിതത്തിന് സമർപ്പിക്കുക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഈശോയുടെ മനസ്സിലേക്ക് വിശ്വാസത്തോടെ പൂർണ്ണമായിട്ട് അവൻ സമർപ്പിച്ചപ്പോൾ, എളിമപ്പെട്ട് സമർപ്പിച്ചപ്പോൾ ഈശോ അവന് അത്ഭുതം ചെയ്തു കൊടുക്കുന്നത് കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഈ ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കണം. വിശ്വാസത്തോടെ, എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ മുൻപിലായിരുന്നുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാല്, ഈശോയുടെ മനസ്സിന് വിട്ടുകൊടുത്താല് എന്റെ ഈശോ എന്റെ ജീവിതത്തില് എനിക്ക് വേണ്ടത് കൃത്യമായിട്ട് ചെയ്യും. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കാനായിട്ട് സാധിക്കട്ടെ. അതുകൊണ്ട് തമ്പുരാന്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ടും, എളിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട്, അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.